पब्लिक जा रही है। നമസ്കാരം. ഇന്ന് ഉച്ചയ്ക്ക് 1:33 സർദാർഭായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് പിടിച്ച എയർപോർട്ടുകളിലൊന്ന് B787 എന്ന് പറയുന്ന ബോയിങ് വിമാനം 242 യാത്രക്കാർ, 12 ക്രൂവിലുള്ള ജീവനക്കാരും 230 യാത്രക്കാരും, അതിൽ മലയാളികളടക്കം 169 ഇന്ത്യക്കാർ, ബാക്കി വിദേശികളാണ്. വിദേശികളിൽ 53 ബ്രിട്ടീഷുകാരും 7 പോർച്ചുഗീസുകാരും അടക്കുന്ന ഒരു സംഘമാണ് ഇന്ന് യാത്ര പുറപ്പെട്ടത് 1:33. അതിനു മുമ്പ് ഈ ഡൽഹിയിൽ നിന്ന് എത്തിയ ഈ ഫ്ലൈറ്റ്, ഇന്ത്യൻ എയർലൈൻസിന് ഈ ഫ്ലൈറ്റ് ഗുജറാത്തിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം അവിടെ ഇന്ധനം നിറച്ചിരുന്നു. ഫുൾ ഇന്ധനം നിറച്ച് ലോഡായി, ഹെവി ഇന്ധനം നിറച്ച് ലോഡായിട്ടാണ് അവിടെ നിന്ന് 1:33 പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും എന്തോ പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് പിന്നീട് കണ്ടത് 625 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ്. അതിന് മുമ്പ് വളരെ വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. ഇത് പോയി പതിച്ചത് എവിടെയാണ്? അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ BG ഹോസ്പിറ്റൽ, അഹമ്മദാബാദ് BG ഹോസ്പിറ്റലിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിലാണ്. അവിടെ വിദ്യാർത്ഥികളെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയാനകമായ ശബ്ദത്തോടെ തീപ്പന്തമായി താഴേക്ക് ഈ വിമാനം തകർന്നു വീണത്. ഈ തകർന്നു വീണ വിമാനത്തിൽ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് 200-ൽ പരം ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. അതിൽ മുൻ മുഖ്യമന്ത്രി രൂപാണിയും വിജയ് രൂപാണിയും, അതായത് മുൻ മുഖ്യമന്ത്രി ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഇവിടെ ഈ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അവിടെ എത്രയും വേഗം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഉടൻ തന്നെ ഫയർ സർവീസ് അടക്കമുള്ള സംവിധാനങ്ങൾ പറന്നെത്തുകയും ഓൺ ദ സ്പോട്ട് തന്നെ അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളെ ഏറ്റവും പുതിയ വിവരം, മലയാളിയായ രഞ്ജിത എന്ന പെൺകുട്ടി, UK-യിൽ നേഴ്സായി വർക്ക് ചെയ്യുന്ന രഞ്ജിത എന്ന പെൺകുട്ടിയും ഇതിൽ മരണപ്പെട്ടു എന്നാണ്. 2 മലയാളികളാണ് ഉള്ളത്. ഈ ഞങ്ങളുടെ വീഡിയോയിൽ തന്നെ ഇവിടെ മരണപ്പെട്ട 242 അതിലുണ്ടായിരുന്ന 242 പേരുടെയും ലിസ്റ്റ് ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിൽ 169 പേർ മലയാളികളാണ്. അതിൽ 12ഓളം കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ വളരെ രസകരമായി യാത്ര പുറപ്പെട്ട അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ചാമ്പലായി ആ വിമാനം തന്നെ പൂർണ്ണമായി തകർന്ന് വൻ സ്ഫോടനത്തോട് കൂടിയിട്ടാണ് തകർന്നു വീണത് എന്നുള്ളതാണ്. അപ്പം ഈ വിമാനം തകർത്തത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണോ? അതായത് വിമാനത്തിനുള്ളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന് പറയുന്ന ആദ്യം വലിയ ശബ്ദത്തോടുകൂടി, ഭീകരമായ ശബ്ദത്തോട് കൂടിയിട്ടാണ് ആ സമീപവാസികളെല്ലാം ഇത് കേട്ടതെന്ന് പറയുന്നു. അപ്പോൾ ഇത് സ്ഫോടക വസ്തു വെച്ചിട്ടാണ് തകർത്തതാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. എന്തായാലും ഇതൊരു അട്ടിമറിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ സമീപ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ബോർഡറിൽ ഉണ്ടായിട്ടുള്ള കൊച്ചിയിലും ബേപ്പൂരിലും അടക്കമുണ്ടായിട്ടുള്ള 2 കപ്പൽ ദുരന്തങ്ങൾ. ആദ്യത്തെ കപ്പൽ ദുരന്തം ഉണ്ടായി, ഒരു കപ്പൽ പൂർണ്ണമായി അത് വെള്ളത്തിൽ താഴ്ന്നു. കണ്ടെയ്നറുകളിലെല്ലാം ഭയങ്കര മാരകമായ രാസവസ്തുക്കൾ അടക്കുന്ന വസ്തുക്കളുണ്ടായിരുന്നു. അത് എല്ലാം തന്നെ കടലിൽ ഒഴുകി പല ഭീകരാവസ്ഥ ഉണ്ടാക്കുകയുണ്ട്. മാത്രമല്ല ഇതിൽ നിന്ന് ഒഴുകിയ എണ്ണ അവിടെ കടലിൽ ഒഴുകുകയും അത് മത്സ്യങ്ങളടക്കം ചത്തുപൊങ്ങുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ ഇരുന്നു. ഇതേപോലെ തന്നെ ബേപ്പൂരിൽ ഉണ്ടായ ദുരന്തം. ബേപ്പൂരിൽ കപ്പൽ ഒരു കത്തി നശിക്കുകയായിരുന്നു. അതിൽ വലിയ സ്ഫോടക വസ്തുക്കളുണ്ടായിരുന്നു. വലിയ സ്ഫോടക ശബ്ദത്തോടു കൂടിയിട്ടാണ് വലിയ ശബ്ദത്തോടു കൂടിയിട്ടാണ്, പൊട്ടിത്തെറിയോട് കൂടിയിട്ടാണ് അവിടെയും കപ്പൽ കത്തി തീർന്നത്. ഇവിടെ വിമാനം ഭയങ്കര സ്ഫോടന ശബ്ദത്തോടു കൂടിയിട്ടാണ് പൊട്ടിത്തെറിച്ചത്. അതോടൊപ്പം തന്നെ കത്തിപ്പടർന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം 232 പേരാണ് മൊത്തമുള്ള, 242 പേരാണ് മൊത്തമുള്ളതിൽ 200 പേരും മരിച്ചു എന്നുള്ള വിവരമാണ്. നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അമിത്ഷാ നേരെ ഇവിടേക്ക് ഗുജറാത്തിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ രാംമോഹൻ നായിഡു വിജയവാഡയിൽ നിന്ന് ഇവിടേക്ക് ഉടനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ വിമാനം 787 ഡ്രീം ലൈനർ
ഈ മിഡ് സൈസിലുള്ള ഈ വിമാനം 2 എഞ്ചിനാണുള്ളത്. വലിയ ബോഡിയുള്ള ജെറ്റ് എയർലൈനറിന് വലിയ വാതിലുകൾ. ഇത് ആദ്യമായി ഈ ആദ്യമായിട്ട് വിമാനം പറന്നത് ഡിസംബർ 15, 2009 മുതലാണ് ഈ വിമാനം പ്രവർത്തിച്ചു തുടങ്ങിയത്. വലിയ ജനവാതിലുകളും ഇലക്ട്രോണിക് ഡിമിനിഷുകളുള്ള പ്രത്യേക സംവിധാനമുള്ള ഏറ്റവും ലേറ്റസ്റ്റായ സംവിധാനമുള്ള ഈ വിമാനം തകർന്നത് തീർച്ചയായും വലിയ ദുരൂഹതകളുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് അട്ടിമറിയാണോ, അതല്ലെങ്കിൽ പാക് ചാരന്മാരോ അല്ലെങ്കിൽ ഖലിസ്ഥാൻ വാദികളോ ആരെങ്കിലും ഇതിനകത്ത് കയറി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പൈലറ്റുമാരെ കൺട്രോൾ ചെയ്യുകയോ പൈലറ്റുമാരെ ഭീഷണിപ്പെടുത്തി പെട്ടെന്ന് താഴ്ത്തി ഇറക്കുകയോ എന്താണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വിമാനത്തിലുള്ള രക്ഷപ്പെട്ട ആളുകളിൽ നിന്നുള്ള വിവരം ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ കിട്ടാൻ പറ്റുകയുള്ളൂ. അതായത് ഈ അവസാനമായിട്ട് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും വ്യക്തമായില്ല. കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ്. 1:33 പറന്നുയർന്ന വിമാനം വെറും 5 മിനിറ്റ് കൊണ്ടാണ് താഴേക്ക് പതിച്ചത്. 625 അടി ഉയരത്തിലായിരുന്നു. അവിടെ താഴേക്ക് പതിച്ചത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുകളിലേക്കാണ്, ഹോസ്റ്റലിൻ്റെ മുകളിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ ഭീകരമായ ദുരന്തം, ഇന്ത്യയെ ഞെട്ടിച്ച ഈ സംഭവം തീർച്ചയായും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യ വളരെ ഞെട്ടലോടുകൂടി കാണുന്ന ഈ സംഭവത്തിൽ അവിടെ കൃത്യമായി എല്ലാ തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാളിയായ രഞ്ജിത കൂടി ഈ മരണത്തിൽ പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. 242 പേരുടെ മരിച്ചവരുടെ ഈ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരുടെയും ലിസ്റ്റ് ഇപ്പോൾ ക്രൈം പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം വിജയ രൂപാണി, അവിടുത്തെ മുൻ മുഖ്യമന്ത്രി, ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ അവസ്ഥയാണെന്നുള്ള വിവരമായിരുന്നു നേരത്തെ വന്നിരുന്നത്. ബോയിങ് 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായ വിമാനമാണ്. സർദാർ വല്ലഭഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിലെ 8ാമത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടാണ്. ദിവസേന 200-ൽ മേലെ വിമാനങ്ങളാണ് ഡെയിലി ഇവിടെ നിന്ന് പറക്കാറുള്ളത്. ഇതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സുമീത് ശബർവാളും അതേപോലെ ഫസ്റ്റ് ഓഫീസറായ പൈലറ്റുമാരായ ക്ലൈവ് കൗണ്ടറും വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, അതേപോലെ ഹോം മിനിസ്റ്റർ ഹർഷ് സംഘവി, ഇവരെല്ലാവരും ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ പോലീസ് സംവിധാനം, അവിടേക്കുള്ള എല്ലാ മാർഗ്ഗങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയുള്ള റോഡ് ഗതാഗതം എല്ലാം കംപ്ലീറ്റ് നിരോധിച്ചിരിക്കുന്നു, തടഞ്ഞു വെച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ ഹോസ്പിറ്റലിലേക്ക് മറ്റ് പുറമേ നിന്നുള്ള ആളുകളെയെല്ലാം അകത്തേക്ക് കയറ്റുന്നില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും വളരെ ഇന്ത്യയെ ഞെട്ടിച്ച 3ാമത്തെ ദുരന്തമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. 1:38 ഈ സംഭവം ഉണ്ടാകുന്നത്. റൺവേ, അതായത് ഈ എയർപോർട്ടിൻ്റെ റൺവേ 23-ലാണ് ഈ വിമാനം പറന്നുയർന്നത്. BJ മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മെഡിക്കൽ കോളേജാണ്. സിവിൽ ഹോസ്പിറ്റലുണ്ട് അവിടെ. അങ്ങനെയുള്ള ആ സ്ഥലത്ത് CISF അപ്പോൾ തന്നെ റെസ്ക്യൂ പ്രവർത്തനങ്ങളുമായി എത്തിയിരുന്നു. അതേപോലെ NDRFും ഇവിടെ എത്തിയിരുന്നു. എല്ലാ തരത്തിലും ഇവിടെ ശക്തമായ രൂപത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏകദേശം 200-ൽ പരം ആളുകൾ മരിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയും. അതുവരെ വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.